ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 16 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 3 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. 2023 ബുക്കർ പുരസ്കാരം ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിന് ലഭിച്ചു. പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ് പുരസ്കാരം. ഏകദേശം 52.62 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ചരിത്രത്തിലാദ്യമായി തദ്ദേശ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ നിർമ്മാണ കരാറിന് കേന്ദ്ര സർക്കാർ അനുമതി. പ്രതിരോധ സംഭരണ സമിതിയാണ് 1.1 ലക്ഷം രൂപയുടെ കരാറിന് അനുമതി നൽകിയത്. 97 തേജസ് ലഘുവിമാനങ്ങൾ, 156 പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ അധികമായി വാങ്ങുന്നതിനാണ് കരാർ. മലയാളി ശാസ്ത്രജ്ഞനായ VR ലളിതാംബികയ്ക്ക് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയും ഫ്രാൻസുമായുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയാണ്. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ S. ബിജോയ് നന്ദൻ ചുമതലയേറ്റു. മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് പുതിയ VCയെ ഗവർണർ നിയമിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സമുദ്രശാസ്ത്ര ഫാക്കൽറ്റി ഡീനും സീനിയർ പ്രൊഫസറുമാണ് ഡോക്ടർ S. ബിജോയ് നന്ദൻ. നിർമ്മിത ബുദ്ധി സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി പുറത്തിറക്കി. 18 രാജ്യങ്ങളാണ് ഉടമ്പടിയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ജനദ്രോഹത്തിന് AI ഉപയോഗിക്കുന്നത് തടയുക, വിവരശേഖരണത്തിലെ കൃത്രിമത്വം ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. അന്തർവാഹിനി അക്രമങ്ങളെ പ്രതിരോധിക്കുവാൻ നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകളായ INS മാഹെ, മാൽവൻ, മൻഗ്രോൾ നാവികസേനയ്ക്ക് കൈമാറി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2019 ഏപ്രിൽ മാസത്തിലാണ് 8 കപ്പലുകൾ നിർമ്മിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാറിൽ ഒപ്പുവച്ചത്. അഭയ് ക്ലാസ് യുദ്ധക്കപ്പലുകൾക്ക് പകരമാണ് ഇവയെത്തുന്നത്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം പുരസ്കാരം ലഭിച്ചത് പേർഷ്യൻ ചിത്രമായ എൻഡ്ലെസ് ബോർഡേഴ്സിന്. സംവിധാനം അബ്ബാസ് അമിനി. സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചത് മൈക്കൽ ഡഗ്ലസിന്. ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച നടൻ പൗറിയ റഹീമി സാം, ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ്. മികച്ച നടി മെലാനി തിയറി, ചിത്രം പാർട്ടി ഓഫ് ഫൂൾസ്. സംവിധായകൻ സ്റ്റെഫാൻ കൊമാൻഡർവിൻ, ചിത്രം ബ്ലാഗേഴ്സ് ലെസൺസ്. പ്രത്യേക ജൂറി പരാമർശം കാന്താര. മിമിക്രിയെ കലാരൂപമായി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കേരള സംഗീത നാടക അക്കാദമിയുടെ പട്ടികയിൽ മിമിക്രിയെ ഉൾപ്പെടുത്തി നിയമവലിയിൽ വരുത്തിയ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടെ സംഗീത നാടക അക്കാദമിയുടെ 33 അംഗ ജനറൽ കൗൺസിലിൽ മിമിക്രി കലാകാരന്മാർക്കും പ്രാതിനിധ്യം ലഭിക്കും. കൂടാതെ അക്കാദമി നൽകുന്ന പുരസ്കാരങ്ങളിലും ക്ഷേമ പദ്ധതികളിലും ഇവർക്ക് പരിഗണന ലഭിക്കും. വംശനാശം സംഭവിച്ചെന്ന് ശാസ്ത്രലോകം കരുതിയിരുന്ന ഡേവ് വിന്റൺസ് ഗോൾഡൻ മോളിനെ ഗവേഷകർ കണ്ടെത്തി. ദക്ഷിണാഫ്രിക്കയിലെ പോർട്ട് നോലോത്തിലെ കടൽ തീരത്തുനിന്ന് 90 വർഷങ്ങൾക്കു ശേഷമാണ് ഇവയെ കണ്ടെത്തുന്നത്. മണലിനടിയിൽ ജീവിക്കുന്ന ഈ സസ്തനികൾക്ക് കണ്ണില്ല. ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സിൽ റെഡ് ബുള്ളറ്റിന്റെ മാക്സ് വെസ്റ്റപ്പന് ലോക കിരീടം നേടി. തുടർച്ചയായ 3ാം ലോക കിരീട നേട്ടമാണിത്. നൊബേൽ സമ്മാന ജേതാവും US മുൻ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന ഹെൻറി A. കിസിഞ്ചർ അന്തരിച്ചു. അമേരിക്കയുടെ ശീതയുദ്ധകാല തന്ത്രങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഹെൻറി ആൽഫ്രഡ് കിസിഞ്ചർ എന്നാണ് മുഴുവൻ പേര്. കർണാടക സംഗീതജ്ഞയും നടിയുമായ R. സുബലക്ഷ്മി അന്തരിച്ചു. ആകാശവാണിയുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യ വനിതാ കമ്പോസറായിരുന്നു. നന്ദനം, രാപ്പകൽ, കല്യാണരാമൻ, പാണ്ടിപ്പട തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഗ്രന്ഥകാരനുമായ PA രാമചന്ദ്രൻ അന്തരിച്ചു.
ലോകാരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പി. സിറിയക് ജോൺ അന്തരിച്ചു. 4 തവണ കേരള നിയമസഭാ അംഗമായിട്ടുണ്ട്. 1982 മുതൽ 2 വർഷം കൃഷി മന്ത്രിയായിരുന്നു. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ഉത്തരം മിഥിലി. മാലിദ്വീപാണ് പേര് നൽകിയത്. ഗസൽ ഗായകൻ ഊമ്പായയുടെ സ്മരണാർത്ഥം സംസ്ഥാനത്തെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത്. ഉത്തരം കോഴിക്കോട്ട്. ശബരിമല തീർത്ഥാടകർക്കായി വനവകുപ്പ് പുറത്തിറക്കിയ ആപ്പ്. ഉത്തരം അയ്യൻ. സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലിന്റെ പേര്. ഉത്തരം ചെ. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ മനജ്. 2023 നവംബറിൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം. ഉത്തരം നേപ്പാൾ. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെന്റർ നിലവിൽ വന്നത്. ഉത്തരം ശംഖുമുഖം. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് സിഇഒ. ഉത്തരം മിക്ക. ഇന്ത്യ ശ്രീലങ്ക സൈനിക അഭ്യാസത്തിന്റെ പേര്. ഉത്തരം മിത്രശക്തി 2023. ഇതോടെ 2023 ഡിസംബർ 16 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.